ഹായ് ഹലോ എവ്രിവൺ, ഹിയർ ഐ ആം ദീപ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ. കുട്ടികൾക്ക് പഞ്ഞപ്പുല്ല് അഥവാ മുത്താറി റാഗി എന്നൊക്കെ പറയാറുണ്ട്. കൂടാതെ പഴം, തൈര്, മുട്ട, പാല് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാവുന്നതാണോ? ഇതൊക്കെ കൊടുത്തത് കൊണ്ട് കഫക്കെട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മിക്കവാറും അമ്മമാര് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംശയം ഉള്ളത് കൊണ്ട് അവർ പലരും കൊടുക്കാൻ മടിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ ഭക്ഷണവും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് കഫക്കെട്ടുണ്ടാകുന്ന പ്രത്യേക ലിസ്റ്റിൽപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ അത് ഉണ്ടാക്കുന്ന രീതിയും അവർക്കത് സെർവ് ചെയ്യുന്ന രീതിയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഏതൊരു ഭക്ഷണവും കൊടുക്കുമ്പോൾ അത് ചൂടോടുകൂടെ തന്നെ, ഇപ്പൊ കുറുക്കുകളൊക്കെ ആണെങ്കിലും എസ്പെഷ്യലി റാഗിയൊക്കെയാണ്, പഞ്ഞപ്പുല്ല് കുക്ക് ചെയ്ത് നമ്മളത് കുറെ നേരം പുറത്ത് വെക്കുമ്പോൾ അതിനൊരു തണുപ്പ് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അതൊരു ചെറിയ ചൂടോടുകൂടെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതൊരു ഭക്ഷണവും ചെറു ചൂടോടുകൂടെ തന്നെ കൊടുക്കുന്നതായിരിക്കും അതിന് കൂടുതൽ സ്വാദ് കൂട്ടുന്നതും കുട്ടികൾ അത് ഏറെ താല്പര്യപ്പെടുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ല ഇനി ഫ്രിഡ്ജിലിരിക്കുന്ന തൈര് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പലരും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് പുറത്ത് വെച്ച് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ എത്തിയ ശേഷം, ഒരു നമ്മൾ ആ ഫ്രിഡ്ജിലിരുന്ന ആ ഒരു തണുപ്പ് വിട്ട ശേഷം കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല. കൂടാതെ ഇനി ഏതെങ്കിലും അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസോ ഡോക്ടേഴ്സോ ആരെങ്കിലും ഒരു പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ വക ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ മിതമായിട്ട് ഉപയോഗിക്കണം, അളവ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിൽ ആ ഒരു രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ, ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ കുട്ടികൾക്ക് ഭക്ഷണ രീതിയിൽ കഫക്കെട്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. എല്ലാ ഭക്ഷണവും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കുക്ക് ചെയ്ത് ഉടനെ തന്നെ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തണുപ്പ് ഫ്രിഡ്ജിലെടുത്ത് അതേപോലെ തന്നെ അല്ലെ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ തന്നെ കൊടുക്കാതെ ഒരു റൂം ടെമ്പറേച്ചറിൽ എത്തിയ ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.